എൻ്റെ പേര് രാഖിമോൾ. ഞാൻ വരുന്നത് നെടുമങ്ങാട് കരിപ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്നത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് അമൃത ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഞാനിവിടെ ചൂസ് ചെയ്യാൻ കാരണം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളെ അട്രാക്റ്റ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് വളരെ പ്രകൃതിദത്തമായൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം ഒരു നാച്ചുറലുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ തന്നെ ചൂസ് ചെയ്യാൻ കാരണം. അങ്ങനെ ഞങ്ങളിവിടെ അഡ്മിറ്റായപ്പോൾ ഇവിടുത്തെ ഡോക്ടറിൻ്റെ സർവീസ് എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥതയോടും കൂടിയും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം ഇവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും വളരെ സിൻസിയറായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ എങ്ങനെയാണോ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അതേ ഒരു ഫീലിങ്ങിലായിരുന്നു ഇവിടുത്തെ സ്റ്റാഫുകൾ എന്നോട് പെരുമാറിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകൾ ഈ തെറാപ്പിസ്റ്റുകൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്നത് ഡോക്ടർ എന്താണോ പറയുന്നത്. അപ്പം ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ബോഡിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രമേ ഇവിടെ നിന്ന് അവർ കൊടുക്കുന്നുള്ളായിരുന്നുള്ളൂ. അപ്പം അതുമായിട്ട് തെറാപ്പിസ്റ്റുകളും വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നിന്നാലും അവർ നമ്മോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ കെയറിങ് ആയിട്ടുള്ള ഫീലിംഗാണ് എനിക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ ഫുഡിൻ്റെ കാര്യം. നമുക്ക് എന്താണോ ആവശ്യം അത് അവർ വന്ന് നമ്മോട് തിരക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ട ഫുഡ് എന്താണ് എന്ന് വന്ന് തിരക്കിയതിന് ശേഷം മാത്രമേ അവർ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യത്തുള്ളായിരുന്നു. അപ്പം അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റേറിയൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ ടോട്ടലി ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യത്തിലായാലും അവർ പ്രത്യേകം കെയറിങ്ങാണ്. ഒരു പ്രത്യേക കെയർ കൊടുത്താണ് അവർ ചെയ്യുന്നത്. പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ പാട്ടൊക്കെ പാടി കുളിപ്പിക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെയും അവർ നന്നായിട്ട് നോക്കി.